കുർബ മോഷണ സംഘാംഗം എന്ന് മണ്ണഞ്ചേരി പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ള സന്തോഷ് ശെൽവൻ്റെ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. സന്തോഷ് ശെൽവൻ എന്താണ് ജോലി? സന്തോഷം മണ്ണുപനി കള്ളുപനിക്കൊക്കെ പോകും. 2 കൊല്ലം കാഞ്ഞിരപ്പള്ളി താമസിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പനിയില്ല. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ പാലാക്കാർ വന്ന് എൻ്റെ മോനെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ പാലായിൽ 4 കേസും ചങ്ങനാശ്ശേരിയിൽ 4 കേസും ചിങ്കവനത്തിൽ 4 കേസും അങ്ങനെ 8 കേസ് ഇട്ട്, മൊത്തം 8 കേസ് ഇട്ട്. ഞങ്ങളില്ലയെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല. പിന്നെ ഞാനൊരു വക്കീൽ പിടിച്ച് എൻ്റെ കുടിയിലുണ്ട് പത്രം കൊണ്ടുപോയി 70,000 അടവ് വെച്ച് അത് കൊണ്ടുവന്ന് അവനെ പുറത്തെടുത്ത് 3 മാസം ആയപ്പോൾ 3 മാസം നീ ഒപ്പിടണമെന്ന് പറഞ്ഞു. 3 സ്ഥലത്തിൽ പോയി ഒപ്പിടണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പോയ ആഴ്ച ഒപ്പ് തീർന്നു. മറുപടി ഇവർ വന്ന് പൊക്കി കൊണ്ടുപോയി ആലപ്പുഴയിൽ മോഷണം നടത്തിന്ന് പിടിച്ചുകൊണ്ട് പോയി. സത്യമായിട്ട് എൻ്റെ കൊച്ചി എങ്ങോട്ടും പോയില്ല, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആലപ്പുഴ അവൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞങ്ങളും വന്നിട്ടേ ഇല്ല. ഞങ്ങൾ ഏത് മോഷണത്തിനും പോയിട്ടേ ഇല്ല. എൻ്റെ കൊച്ചിനെ വെറുതെ പിടിച്ചുകൊണ്ട് വന്ന് കുറുവാ സംഘം ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞ് എന്നാന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. എൻ്റെ കൊച്ചി ഈ 8 കേസുകളും മോഷണവുമായി ബന്ധപ്പെട്ടതാണ്? ഇല്ല, ബന്ധപ്പെട്ടില്ല. അവൻ പോയിട്ടേ ഇല്ല. അല്ല, 8 കേസും എന്താണ് പോലീസ് എടുത്തിരിക്കുന്നത്? മോഷണ കേസിനെ എടുത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ പിടിച്ചോട്ട് വന്ന് ഈ നിൻ്റെ മോന് ആലപ്പുഴയിൽ വന്ന് മോഷണം നടത്തിയെന്ന് പറയാം. സത്യമായിട്ട് എൻ്റെ 3 മക്കൾ സത്യമായിട്ട്, എൻ്റെ പേരക്കുഞ്ഞ് സത്യമായിട്ട് അവന് മോഷണത്തിന് പോയില്ല. ചുമ്മാ ഇവർ വെറുതെ പിടിച്ചോണ്ട് വന്ന് ഇവർക്ക് ചെയ്ത ആളെ പിടിക്കാൻ കഴിവില്ല. എന്നിട്ട് എൻ്റെ ചെറുക്കനെ പിടിച്ചിട്ടുണ്ട് വന്ന് നിൻ്റെ മോനാന്ന് എൻ്റെ മോൻ്റെ മേലെ കേസ് പിടിച്ചു. അവൻ്റെ ജീവിതം നോക്കിയോ, അവന് 25 വയസ്സേ ആയതുള്ളൂ. ഈ സന്തോഷ് ശെൽവൻ 2 കേസുകളിൽ ഇപ്പോൾ ഇവിടെ പ്രതിയാണെന്നാണ് പറയുന്നത്. എന്താണ് തോന്നുന്നത്? ഞങ്ങൾ എന്താ സാറേ തോന്നുന്നത്? ഞങ്ങൾ വെറുതെ ഇരുന്നത്. പെണ്ണുങ്ങൾ പാടുപെട്ടി ആണുങ്ങളെ കഞ്ഞി കുത്തുക സാറേ. പെണ്ണുങ്ങൾ ഞങ്ങൾ ആ കൊച്ചിനെ വെച്ചിട്ട് ആ 1.5 വയസ്സ് കൊച്ചിനെ വെച്ചിട്ട് നടന്ന് കുപ്പി പാട്ടേനെ തൂക്കിയിട്ട് പോയി ഇച്ചിരി ഒരു പിറക്കി അതിനുണ്ട് കഞ്ഞി കുടിക്കുന്നത്, കയ്യൊപ്പ് പോയിട്ടുണ്ട് ഇരുന്നത്. കുണ്ടന്നൂര് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു സാറേ? ഞങ്ങളിപ്പോൾ കുപ്പി പെറുക്കാൻ പോകും, പെണ്ണുങ്ങൾ കുപ്പി പെറുക്കാൻ പോകും. എൻ്റെ ഭർത്താവ് എവിടെ പോയി 3 മാസം തമിഴ്നാട്ടിൽ പോകാൻ പറ്റത്തില്ല, കേരളത്തിൽ ഉണ്ടാകണം, കയ്യൊപ്പ് ഇടണം പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ 3 ദിവസം ഇവിടെ മീൻ പിടിക്കും, തൂണ്ടിട്ട് മീൻ പിടിക്കും, വളയിട്ട് മീൻ പിടിക്കും. എൻ്റെ ഭർത്താവ് വരെ എവിടെ പോകത്തില്ല, മീൻ മാത്രമേ പിടിക്കത്തുള്ളൂ. ഞങ്ങൾ ആക്കിരി പെറുക്കിട്ട് വരും. ഒരു ദിവസം 1000-1500 ഇങ്ങനെ കിട്ടും. അത് കിട്ടുന്നത് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കും. ഈ സന്തോഷ് ശെൽവനും മണികണ്ഠനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ വന്ന് ഞങ്ങൾ പരിചയമായി. ഈ കുണ്ടലൂർ വന്നാൽ ഞങ്ങൾ പരിചയമായിട്ടുണ്ട്. വേറെപടി ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്താണ് പോലീസിനോട് സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നത്? എൻ്റെ മോന് മോഷണം ചെയ്ത് ഇതെവിടെ സംസാരിക്കും? ഇന്നലെ വന്ന് അടിച്ചടിച്ചോണ്ട് പോകുന്നത്. ഞങ്ങൾ പറയുന്ന സാറേ കാല് പിടിക്കുക സാറേ, ഒന്ന് നിന്ന് സംസാരിച്ചോണ്ട് പോകും സാറേ, ഒന്ന് നിന്ന് സംസാരം ഞങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യത്തില്ല സാറേ. സന്തോഷ് ശെൽവന്റെ ഭാര്യയും ഒപ്പം തന്നെ അമ്മയും പറയുന്നത് ഈ കേസിൽ സന്തോഷ് ശെൽവൻ നിരപരാധിയാണെന്നാണ്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ തുടരുകയാണ്. ആലപ്പുഴ നടന്നിട്ടുള്ള 2 മോഷണങ്ങളിൽ ഇവർ തന്നെയാണ് പ്രതി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം.